വഖഫ് നിയമത്തിനെതിരായി പശ്ചിമബംഗാളിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. സൗത്ത് 24 പർഗാനയിൽ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രകടനം നടത്തി ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. പിന്നീട് ഒരു പോലീസ് വാനും 5 പോലീസ് മോട്ടോർ ബൈക്കുകളും തീയിട്ടു. കൊൽക്കത്ത നഗരത്തിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്. ബംഗറിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. പി ബസന്തുണ്ട്. ബസന്ത്, കഴിഞ്ഞ ദിവസമാണ് മരണം ഉൾപ്പെടെ ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ബംഗാളിൻ്റെ ഏതൊക്കെ മേഖലയിലാണ് ഈ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് എത്തിയത്? ബസന്ത്, ഒടുവിലത്തെ അപ്ഡേറ്റ് എന്താണ്? ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന്റെ പ്രതിഷേധ മാർച്ചാണ് പലയിടത്തും അക്രമാസക്തമായത്. കൽക്കട്ടയിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പോലീസിന് നേരെ ഇവർ തിരിയുകയായിരുന്നു. തുടർന്ന് പോലീസുമായി ഏറ്റുമുട്ടലും പോലീസ് ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. 5 പോലീസ് ബൈക്കുകൾ തീയിട്ടിട്ടുണ്ട്. ഒരു പോലീസ് വാഹനം കത്തിയില്ലാതായി. സൗത്ത് 24 പർഗാനാസിലെ ബംഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായത്. നഗരത്തിലേക്കുള്ള ISFന്റെ മാർച്ച് പലയിടത്തും സംഘർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. നഗരത്തിലേക്കുള്ള പല പാതകളിലും പോലീസുമായി ഇവർ ഏറ്റുമുട്ടുകയും ചെയ്തു. അതേസമയം മുർഷിദാബാദിലെ സ്ഥിതിഗതികൾ ശാന്തമായി മാറുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ സംഘർഷങ്ങൾ പടരാനുള്ള എന്തെങ്കിലും സാധ്യത, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ, അവിടുത്തെ പ്രതിഷേധങ്ങളുടെ രീതിയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ എന്തെങ്കിലും അവിടുത്തെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ടോ ബസന്ത്? മുർഷിദാബാദിലാണ് പ്രധാനമായും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നത്. അത് ശാന്തമായി വരുന്നു എന്നാണ് പോലീസ് DGP അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ISFുമായി ഭാഗമായിട്ടുണ്ടായതിലാണ് പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ശരി, ബസന്താണ് വിവരം നൽകിയത്. വഖഫ് നിയമത്തിന് എതിരായി ബംഗാളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം, അത് സംഘർഷങ്ങളിലേക്ക് തന്നെ കലാശിച്ചിരുന്നു. ഇപ്പോൾ സൗത്ത് 24 പർഗാനയിലാണ് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രകടനം നടത്തിയത്. അത് ആക്രമണത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ്.